വിട്ടെ, വിട് വിട്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ടോണി മോന്. ആ, ടോണി മോനെ ഇനി വട്ടാക്കണോ? അതിപ്പോ ഞാനാക്കേണ്ട കാര്യമില്ലല്ലോ. നീ എന്നെ ഒരു കൊലയാളിയാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ടോണി മോൻ എന്തിനാ എന്നിങ്ങനെ വഴക്കു അറിയുന്നേ? അതിന് മാത്രം ചിഞ്ചുമ്പോ എന്താ ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാത്തൊരു പഞ്ച പാവം. ടോണി മോന്റെ ഈ വഴക്കിടലും ബഹളവും ഒക്കെ എന്നാന്ന് നിക്ക? അത് മാറാനാണ് നീ നിൽക്കുന്നതെങ്കിൽ എന്നെ തെക്കോട്ടെടുക്കുന്നവരതുണ്ടാവും. അത് മാറും നീ വെറുതെ വിചാരിക്കണം കേട്ടാ. അതൊന്നും അല്ല, ഞാൻ എന്റെ ടോണി മോനെ നല്ല മിടുക്കനാക്കിയിടും. അല്ല, ഇന്ന് മൊത്തം എന്നോടൊപ്പം ഇങ്ങനെ കറങ്ങാനാണോ പ്ലാൻ? പിന്നല്ലാതെ ഞാൻ വേറെന്ത് ചെയ്യാനാ? എനിക്ക് ടോണി മോന്റെ കൂടെ ഇരിക്കുമ്പോഴുള്ള സന്തോഷം വേറെ ആരെ കൂടെ ഇരിക്കുമ്പോഴാ കിട്ടാ. അപ്പൊ ഇന്നത്തെ കാര്യത്തിലൊരു തീരുമാനമായി. താങ്ക്സ്. ആ ചേട്ടാ, ബില്ല് എത്രയായി? 90 rupees. അത് ഞാൻ കൊടുക്കണോ? ചേട്ടാ, ടോണി മോന്റെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കല്ലേ, കാശ് ഞാൻ തരാം. അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ഞാൻ കൊടുത്തോളാം. അയ്യോ സാർ, ബാലൻസ് ഇല്ല, തിരിച്ചു തരാൻ. എൻ്റെ കയ്യിലും വേറെ ചേഞ്ച് ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, കാശ് ഞാൻ കൊടുക്കാം. ദാ ചേട്ടാ. താങ്ക് യു മാം. പാറു. ഹാ പാറു, എന്താടാ? നീ എന്തായാലും എനിക്ക് നല്ല പണിയാ തന്നത്. എന്താടാ? ഇവിടെ ചിഞ്ചു വന്ന് കയറിയിട്ടുണ്ട്. എന്ത് ചിഞ്ചു? നീ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ അനുഭവിക്കാൻ ഞാനൊരാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് എന്നെ പിടിച്ചോണ്ട് വന്ന് ഇതിൽ കൊണ്ടുവന്ന് പെടുത്തിയിട്ട് അവിടെ ചിഞ്ചു വരുന്നു ഞാൻ കരുതിയോ? ഇവിടെ വലിയ പെമ്പിള്ളാരുടെ തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ട്രോളിംഗ് നിരോധനം വന്ന കടപ്പുറം പോലെ ഉണ്ട്. പാറു ചേച്ചി. എന്താ മോളെ? പാറു ചേച്ചി എവിടെയാ? കോഫി ഷോപ്പിലാ. ഞാനും വരട്ടെ. അതിനെന്താ, ചിഞ്ചുവാ. കാലക്കേട് കൂടെ കൂടുമ്പോ പുറത്തുനിന്ന് മാത്രമല്ല കുടുംബത്തിനകത്ത് നിന്നും പണി കിട്ടാൻ തുടങ്ങും. നീ എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല പാറു ചേച്ചി, പറച്ചിൽ കേട്ടാറിനൂടെ എന്നെയാ. ഉദ്ദേശം മനസ്സിലായെങ്കിൽ പിന്നെ പോത്തത്. ഹലോ, ആ നമ്മൾ പോവില്ലേ കോഫി ഷോപ്പിലേക്ക്? ആ അത് ശരി. അപ്പൊ ഇന്ന് കരുതിക്കൂട്ടി തന്നെ ഇറങ്ങിയതാണല്ലേ. കർത്താവേ, സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ആമേൻ. കുരിശ്. അടുത്തത് ദുഃഖം. നടനാവാൻ 101 വഴികൾ എന്ന എൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ ദുഃഖത്തെ അവതരിപ്പിക്കാൻ കൊളുത്തൂരാൻ എന്താണ് എളുപ്പമാർഗം സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? എന്താണ് ഞാനതിൽ പറഞ്ഞിരിക്കുന്നത്? ചെന്തത്? യെസ്, ദുഃഖമില്ലാത്തൊരു നടനാണു നീയെങ്കിൽ ഷോട്ടിൽ കരയണം സ്വന്തം ബന്ധുതൻ മരണങ്ങളോർത്ത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ആനന്ദേ, അത് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചു കൊടുത്തേ എല്ലാവർക്കും. അതായത് അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു നടന് സ്വന്തമായ ദുഃഖമൊന്നുമില്ലെങ്കിൽ അവൻ അഭിനയിക്കുന്ന സമയത്ത് നന്നായി പെർഫോം ചെയ്യാൻ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചതായി ഓർത്തോർത്ത് കരയുക. യെസ്, വെരി ഗുഡ്. മനസ്സിലായല്ലോ? ഷോട്ടിൽ കരച്ചിൽ വന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കരുത്. സ്വന്തം അച്ഛനോ അമ്മയോ പെങ്ങളോ ആരാന്ന് വെച്ചാൽ മരിച്ചട്ടങ്ങ് ഓർത്തേക്കണം. തന്നെ കരച്ചിൽ വന്നോളും. ഇത് എൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്. അല്ല, നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഒന്ന് കൈയടിക്കാം. സാറൊക്കെ ഡയലോഗ് പറയണ നടൻ അനാഥനാണെങ്കിൽ അവനെപ്പോഴെങ്ങനെ കരയും? ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ആ ചോദ്യം. യെസ്. ഓ, ഇനി ഒരു അനാഥനാണു നീയെങ്കിൽ കരയണം. എനിക്ക് ആരുമില്ല, സിനിമയിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നത് ഓർത്ത്. പിടിയിട്ടില്ല? ആരതിക്ക് മനസ്സിലായല്ലോ? ശരി. പ്ലീസ്. ഒരു നടൻ അനാഥനാണെങ്കിൽ അവനൊരു സീനിൽ കരയണമെങ്കിൽ ശരിക്കും അവൻ അനാഥനാണെന്നും തനിക്ക് ഒന്നുമില്ലെന്നും ഈ സീനിൽ അഭിനയിച്ചില്ലെങ്കിൽ തനിക്ക് ഒന്നും ആകാൻ പറ്റില്ലെന്നും പക്ഷേ എനിക്ക് ഈ സീനിപ്പോൾ അഭിനയിക്കാൻ കഴിയാതിരിക്കുവാണെന്നുള്ള കാര്യം ഓർത്താൽ തന്നെ അവന് സങ്കടം വന്നോളൂ. നിർത്ത്. ഇങ്ങനെ കൈയടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ തളർന്നു പോകും. 101 വഴികൾക്കും കൈയടിക്കേണ്ടി വരും. എങ്ങനെ? അത്ര സൂപ്പർ പോയിന്റ്സ് അല്ല. ഞങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല സർ. കാരണം മറ്റൊരു സ്റ്റുഡൻസിനും കിട്ടാത്തൊരറിവാ സാറ് ഞങ്ങൾക്ക് തരുന്നത്.
ഛേ, ഈ ആനന്ദിന്റെ സംസാരം കേൾക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് ഈ ക്ലാസ്സിൽ വേറെ ആര് പറഞ്ഞാലും കിട്ടാറില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താ അങ്ങനെയെന്ന്. സത്യം. സർ ആക്ടിംഗ് ടെസ്റ്റ് എപ്പോഴാ സർ? ഓ, പറഞ്ഞതുപോലെ ആക്ടിംഗ് ടെസ്റ്റ്. എൻ്റെ സുഹൃത്തും സംവിധാനവുമായ എൽദോയും അവൻ്റെ പ്രൊഡ്യൂസറും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെടുക്കുന്ന പുതിയ സിനിമയിലേക്ക് നായകൻ അന്വേഷിച്ചാണ് അവരിങ്ങോട്ട് വരുന്നത്. നിങ്ങളിൽ ആ നായകനുണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യാം. നിങ്ങളുടെ ഡയലോഗ്സ് ഒക്കെ ഇവിടെ റെഡിയാണ്. സോ ഗെറ്റ് റെഡി മൈ ബോയ്സ്, കം ഓൺ. സാർ ആരതിക്കില്ലേ? യെസ്, ഗെറ്റ് റെഡി ആരതി ഓൾസോ. ഓക്കെ, സൈസ് ക്യാരക്ടറുകളെല്ലാം കിട്ടിയാലോ? ഏത് എങ്ങനെ? ഓക്കെ, താങ്ക് യു സോ അങ്ങനെ ആയിക്കോട്ടെ. കൊച്ചപ്പോ കണ്ണൊക്കെ എഴുതി മൂക്കില് കുത്തിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അയ്യോ എനിക്ക് വയ്യ. അന്ന് ടോണിക്ക് തീരെ ഇഷ്ടല്ലായിരുന്നു. ഒരു മിനിറ്റ് ട്ടോ. പോലെ. പിന്നെ ഞാൻ സുന്ദരിയായി. അയ്യോ. അതെ മാറിക്കേ. ഹായ്, ടോണിമോ. അല്ലടാ സാർ എവിടെ? സാറേയും റോയിച്ചനും രാവിലെ എങ്ങാണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ആണല്ലേ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കേ, ഞാനിപ്പോ വരാം. ഓക്കെ. അങ്ങോട്ട് മാറി. അപ്പൊ റോയിച്ചിന് ഇന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഇല്ല മോളെ, ഈയിടെയായിട്ട് റോഹിച്ചിന് അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. പിന്നെ ചിഞ്ചുന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആളാരാ? മുരളി. ഹോ, ഭാഗ്യവാൻ. അപ്പൊ ആരേ മുരളി? എന്റെ വീടിനടുത്തുള്ള ചേട്ടനാ, ബേക്കറി ചേട്ടൻ. ദുഷ്ടനാ. അല്ല, അയാളെന്ന് ഇത്രയും വെറുക്കാനുള്ള കാരണം എന്താ? അത് വേറെ ഒന്നും നല്ല ടോണിക്കൂട്ടാ. അയാൾ എന്നെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അയ്യോ. ഓഹോ. ഓഹോ. ആ, അപ്പൊ അയാൾ ഇങ്ങനെ ചിഞ്ചുവിന്റെ പുറകെ മാറാതെ നടന്ന എന്തായിരിക്കും ചിഞ്ചുവിന്റെ അവസ്ഥ? എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അയാളെ കണ്ടോ ഓടിക്കളയും. പിന്നെ ഞാൻ അയാളോട് ദേഷ്യപ്പെടും. ഇത് തന്നെ ചിഞ്ചുവിനെ കാണുമ്പോൾ ടോണി ചെയ്യാറുള്ളത്. അത് പറയാ, നീ ആരാ? തടിയാ. ടോണി മോന് ചിഞ്ചൂടെ വരുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ ടോണി മോനെ? ഉണ്ടാന്നാ എനിക്ക് കുഴപ്പമുണ്ടാന്നാ. നിന്നെ കാണുന്നതന്നെ എനിക്ക് അല്പം അപ്പഴാ. അങ്ങനെ പറയല്ലോ ടോണി മോനെ, ചിഞ്ചുവിന് വിഷമാവൂട്ടോ. നീരജേ, എടി, നിന്നെ ഇവിടെ ഏരിയ കണ്ടുപോരുത് പറഞ്ഞ കേട്ടല്ലോ. എനിക്ക് വേറൊരു വൃത്തിയായിട്ട മോൻ കൂടെ ഉണ്ട്. മര്യാദക്കല്ലേ നീ അതുകൂടി കാണും. ഇത്രയും വൃത്തിയോട് പോരാത്തതിന് ഇനി ഇതിലും വൃത്തിയായിട്ട് വേറെ മുഖോ? എന്റെ ചിഞ്ചു മോളെ, ഇയാള് പറഞ്ഞ കേക്കണതാ നല്ലത്. ഏതായാലും നിന്റെ ഉപ്പന്റെ മുഖത്തേക്കാളും കൊള്ളാം. എന്തൊട്ട് സാധനം ഇത്?